പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയവേദനകളും നമ്മുടെ ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നാം അമ്മയോട് എന്തു ചോദിച്ചാലും അമ്മ നമുക്ക് സാധിച്ചു തരും. അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത ഈശോ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നാം ഈ പ്രാർത്ഥനയിലായിരിക്കുക. കണ്ണീരോടെ നമ്മുടെ വേദനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ ഹൃദയം നിറങ്ങിയ വേദനയോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മയ്ക്കറിയാമല്ലോ. അമ്മേ മാതാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലാണ്. അമ്മേ മാതാവേ, ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ ആകുലതകളെ മാറ്റിത്തരണമേ. അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ. അമ്മേ മാതാവേ, രോഗികളെ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായിപ്പോയവർക്ക് ആശ്വാസമായി അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ. അവരെ തല മുതൽ ഉള്ളം കാലുവരെയും അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. തളർന്നുപോയ അവരുടെ ശരീരത്തെ അമ്മ എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിക്കുവാനായി അമ്മ ഓരോ മക്കളെയും ഒരുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് തൊഴിൽ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ജോലി ചെയ്യുവാനും ഉന്നത ഉയരങ്ങളിൽ എത്തുവാനും തക്കവിധം ഓരോ മക്കളെയും അമ്മ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അതിവേഗം അവരായിരിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്കവിധമുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോണിന് അപേക്ഷിച്ചിട്ട് ലോണൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അതിവേഗം അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കി അവരാഗ്രഹിക്കുന്നത് പോലെ അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ഞെരുക്കങ്ങളെ അമ്മയുടെ കരങ്ങളിൽ നൽകുന്നു. അമ്മേ മാതാവേ, നീ ശക്തമായി ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ അമ്മ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ. ഈശോയുടെ തിരുരക്തത്താൽ മുദ്രയിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ. ആ രക്ഷാവലയം ഭേദിച്ച് ഒരു പൈശാചിക ശക്തി പോലും ഉള്ളിൽ പ്രവേശിക്കാതിരിപ്പാൻ തക്കവിധം അമ്മ ശക്തമായി മുറുകെ പിടിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ ശക്തമായി ഇടപെടണമേ. ആ മക്കളുടെ ആകുലതകളും വേദനകളും കാണണമേ. അവരുടെ കുടുംബാംഗങ്ങളുടെ സമാധാനമില്ലായ്മയെ അമ്മ കാണണമേ. അമ്മ ശക്തമായി ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ
ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ലേ അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങളുടെ വേദനകളും യാതനകളും പിതാവെ ഞങ്ങൾ അങ്ങയോടല്ലാതെ മറ്റാരോടാണ് പറയുന്നത്? ഞങ്ങൾ അമ്മ മാതാവിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.